Hi students, welcome to today's chemistry class, States of Matter. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ liquefaction of gases and liquid state പറ്റിയാണ് പഠിക്കുന്നത്. നമുക്കറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മെയിനായിട്ട് 3 സ്റ്റേറ്റ്സ് ആണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അവിടെ 6 ഫേസ് ചേഞ്ചസ് നടക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ അവിടെ മെൽറ്റിങ്, ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ടു സോളിഡ്, ഇവാപറേഷൻ ലിക്വിഡ് ടു ഗ്യാസ്, അതായത് ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ അവിടെ നടക്കുന്ന ഫേസ് ചേഞ്ച് ആണ് ഇവാപറേഷൻ. ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ കണ്ടൻസേഷൻ ആണ് നടക്കുന്നത്. ഗ്യാസ് ലിക്വിഡ് ആകുന്ന സ്റ്റേറ്റ് കണ്ടൻസേഷൻ. അതുപോലെ ഒരു സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആകുന്ന ആ ഫേസ് ചേഞ്ച് ആണ് സബ്ലിമേഷൻ. ഡിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സോളിഡ് ആകുന്ന ചേഞ്ച്, ഗ്യാസ് ടു സോളിഡ് ആണ് ഡിപ്പോസിഷൻ. 6 ഫേസ് ചേഞ്ചസ് ആണ് നമ്മളിപ്പം മനസ്സിലാക്കിയത്. നമുക്കിവിടെ മെയിനായിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ് നേരെ മെൽറ്റിംഗ് നടത്തി ലിക്വിഡ് ആകുന്നു. ഈ ലിക്വിഡ് വേപ്പറൈസേഷൻ നടത്തിയാണ് ഗ്യാസ് ആകുന്നത്. അതുപോലെ സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ഗ്യാസ് സോളിഡ് ആകുന്നതാണ്, ഡയറക്റ്റ് ആകുന്ന ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ഫേസ് ചേഞ്ചുകളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഗ്യാസ് എങ്ങനെ ലിക്വിഡ് ആകുന്നു ആ ഫേസ് ചേഞ്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഗ്യാസ് ടു ലിക്വിഡ്. ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസ്. ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസിന് ചേഞ്ചസ് ഓഫ് ഗ്യാസസ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. അതിന് 2 കണ്ടീഷൻ വേണം. ഒന്ന് ലോ ടെമ്പറേച്ചറും, രണ്ടാമത്തെ കണ്ടീഷൻ ഹൈ പ്രഷറും. ഹൈ പ്രഷറും അതായത് ഒരു ഗ്യാസിന് ഹൈ പ്രഷർ കൊടുത്തിട്ട് ലോ ടെമ്പറേച്ചർ കൊടുത്താൽ ആ ഗ്യാസ് എന്തായി മാറുന്നു? അത് ലിക്വിഡായി മാറുന്നു. ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ, അതാണ് ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ? നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ്, ഫ്യൂവലാണ്. നമുക്ക് ആ സിലിണ്ടർ ഒന്ന് പിടിച്ച് കുലുക്കി നോക്കുമ്പോൾ എന്താണ് അവിടെ ഒരു കുലുങ്ങുന്ന പോലൊരു ഇതുണ്ട്. അതായത് ഗ്യാസിന് നമ്മളവിടെ ലിക്വിഡാക്കി, ഹൈ പ്രഷർ ലിക്വിഡാക്കി വെച്ചിരിക്കുക. ഇനി പ്രഷർ കുറയ്ക്കുമ്പോൾ അത് റിലീസ് ചെയ്യുമ്പോൾ എന്താണ് ആ ലിക്വിഡ് എന്തായിട്ട് വരുന്നു? ഗ്യാസ് ആയിട്ട് നമ്മുടെ ബർണറിലോട്ട് വന്ന് അതാണ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസിനെ പറ്റി പറയുമ്പോൾ the highest temperature at which a substance can exist as a liquid is called its critical temperature. Critical temperature എന്ന് പറഞ്ഞാൽ the highest temperature at which a substance can exist as liquid is called critical temperature. Critical temperature നമുക്ക് TC എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. TC ടെമ്പറേച്ചർ ആണ്, ക്യാപിറ്റൽ T. താഴെയുള്ള C എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ എന്നുള്ളതാണ്. TC എന്ന് പറയുന്നത്. അന്നേരം TC എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്നാണ് അർത്ഥം. അങ്ങനെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഉള്ളപ്പോൾ അവിടെ ഒരു ക്രിറ്റിക്കൽ പ്രഷറും ഉണ്ട്. ദ കറസ്പോണ്ടിങ് പ്രഷർ വിച്ച് ഈസ് റിക്വയർഡ് ടു ബ്രിങ് അബൌട്ട് ലിക്വിഫിക്കേഷൻ അറ്റ് ദിസ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രിറ്റിക്കൽ പ്രഷർ. ഓക്കെ, ക്രിറ്റിക്കൽ ടെമ്പറേച്ചറും ക്രിറ്റിക്കൽ പ്രഷറും. ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് ക്യാൻ എക്സിസ്റ്റ് ആസ് ലിക്വിഡ്. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ 31.1 ഡിഗ്രി സെൽഷ്യസ് അപ്രോക്സിമേറ്റ്ലി ആണ്. 31.1 ഡിഗ്രി സെൽഷ്യസും അതിന്റെ ക്രിറ്റിക്കൽ പ്രഷർ എന്ന് പറയുന്നത് 73 അറ്റ്മോസ്ഫിയർ ആണ്. 73 അറ്റ്മോസ്ഫിയർ. നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ഇവിടെ ഇതൊരു ദ ഫോളോയിങ് ഫിഗർ, ഈ ഫിഗർ ഷോസ് ദ ഐസോതേം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഐസോതേം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓൺ വേരിയസ് ടെമ്പറേച്ചേഴ്സ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഐസോതേം ആണ്. അതായത് വോളിയവും പ്രഷറും തമ്മിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഓൾ റിയൽ ആസ് ബിഹേവിയർ ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. റിയൽ ഗ്യാസ് എല്ലാം കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ഇറ്റ് വാസ് നോട്ടീസ് ദാറ്റ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ദ ഗ്യാസസ് കുഡ് നോട്ട് ബി ലിക്വിഫൈഡ്. At 30.98 degree Celsius, carbon dioxide remains a gas up
up to 73 atmospheric pressure. At 73 atmospheric pressure, liquid carbon dioxide appears for the first time. ഇതാണ് 73 atmospheric pressure. ആ 73 atmospheric പ്രഷറിനകത്താണ് ലിക്വിഫൈഡ് കാർബൺ ഡയോക്സൈഡ് ആദ്യമായിട്ട് കാണുന്നത്. അതായത് ആ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാർബൺ ഡയോക്സൈഡിന്റെ മുകളിൽ ഇവിടെയാണ് ആദ്യമായിട്ട് ലിക്വിഡ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് നമുക്ക് അപ്പിയർ ചെയ്യുന്നത്. ഇതിന്റെ മുകളിലോട്ട് എന്താന്ന് ചോദിച്ചാൽ മുകളിലോട്ട് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ടാണ് കാണുന്നത്. ഈ 30.98 എന്ന് പറയുന്ന ആ ടെമ്പറേച്ചറിലാണ് ആദ്യമായിട്ട് കാർബൺ ഡയോക്സൈഡ് ലിക്വിഡായി മാറുന്നത്. ആ ഒരു ടെമ്പറേച്ചറും ആ പ്രഷറിനെയാണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ പ്രഷറുമാണ്. ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മുകളിലോട്ട് മുകളിലോട്ട് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ടാണ് നിൽക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഈ കറക്റ്റ് 30.98 എന്ന് പറയുന്ന ആ ടെമ്പറേച്ചറിലാണ് കാർബൺ ഡയോക്സൈഡ് ലിക്വിഡ് ആയിട്ട് ആദ്യമായിട്ട് വരുന്നത്. അറ്റ് 73 atmospheric pressure, liquid carbon dioxide appears for the first time. അത് ഓർത്തിരിക്കുക. നമ്മളിവിടെ കാണുകയാണ് പ്രഷർ. ഇവിടെ ക്രിട്ടിക്കൽ പ്രഷർ 73 ആയിരുന്നു. ആ 73 ടെമ്പറേച്ചറാണ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്രോക്സിമേറ്റ്ലി 31.1 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഈ 31.1 ഡിഗ്രി സെൽഷ്യസ് അവിടെ ആ സമയത്താണ് കാർബൺ ഡയോക്സൈഡ് ലിക്വിഡായി മാറുന്നത്. അതിന് മുകളിലോട്ട് മുകളിലോട്ട് അത് ഗ്യാസ് ആയിരുന്നു. അന്നേരം ആദ്യമായിട്ട് ലിക്വിഡ് ആകുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, at 30.98 degrees Celsius, carbon dioxide remains gas up to 73 atmospheric pressure. At 73 atmospheric pressure, liquid carbon dioxide appears for the first time. The temperature 30.98 degrees Celsius is called a critical temperature. എങ്ങനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? TC of carbon dioxide. This is the highest temperature at which a liquid carbon dioxide is observed. നോട്ട് ചെയ്യുക, ഈ 30.98 ഡിഗ്രി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഒബ്സർവ്ഡ്. ആ 30.98 ലിക്വിഡ് കാർബൺ ഡയോക്സൈഡിനെ കാണുന്നത്. അതാണ് ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ ലിക്വിഡ് കാർബൺ ഡയോക്സൈഡിന്റെ. അതിന്റെ മുകളിലോട്ട് ഗ്യാസ് ആയിട്ടാണ്. കാർബൺ ഡയോക്സൈഡ് ലിക്വിഡ് ആയിട്ട് കാണത്തില്ല, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ടാണ് കാണുന്നത്. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ലിക്വിഡ് ആയി മാറുന്ന ആ ടെമ്പറേച്ചറാണ് 30.98 എന്ന് പറയുന്നത്. Above this temperature, it is gas. Volume of 1 mole of the gas at critical temperature is called a critical volume. ഇപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ പ്രഷറും പഠിച്ചപ്പോൾ ക്രിട്ടിക്കൽ വോളിയം കൂടെ നോക്കണം. എന്താണ് ക്രിട്ടിക്കൽ വോളിയം? വോളിയം ഓഫ് 1 mole of the gas at critical temperature is called a critical volume. ഇപ്പൊ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ആകുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ 1 mole വോളിയത്തിനാണ്. ആൻഡ് പ്രഷർ അറ്റ് ദിസ് ടെമ്പറേച്ചർ is called a critical pressure. The critical temperature, pressure and volume are called a critical constant. നമ്മൾ പഠിച്ചു ക്രിട്ടിക്കൽ കോൺസ്റ്റന്റിനെ പറ്റിയാണ് പഠിച്ചത്. ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ് എപ്പോഴാണ്? ഒരു ഗ്യാസ് ലിക്വിഡായി മാറുമ്പോഴുള്ള ആ കറക്റ്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം. ഓക്കെ, ദ ടെമ്പറേച്ചർ 30.98 ഡിഗ്രി, ഇത് 31.1 ആണ് അപ്രോക്സിമേറ്റ് കേട്ടോ, is called a critical temperature of carbon dioxide. This is the highest temperature at which a liquid carbon dioxide can be observed. ഇനി അതിന് 30.98 മുകളിലോട്ട് പോയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ നമുക്ക് എന്ത് കിട്ടത്തില്ല? നമ്മുടെ കാർബൺ ഡയോക്സൈഡ് ലിക്വിഡ് ആയിട്ട് കാണത്തില്ല, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ടാണ് അവിടെ കാണുന്നത്. വോളിയം ഓഫ് 1 mole of a gas at critical temperature is called a critical volume, BC. TC എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. BC എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് 1 mole of a gas at critical temperature. അതാണ് BC. The pressure at this temperature is called a critical pressure. The critical temperature, pressure and volume are called a critical constant. A gas below the critical temperature can be liquefied by applying pressure and is called a vapor of the substance. A gas below the critical temperature can be liquefied by applying pressure. നമുക്ക് ഇപ്പം ഒരു അവയർനെസ് ഉണ്ടായി എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം അല്ലെ. കാർബൺ ഡയോക്സൈഡിനെ പറ്റി നമ്മൾ പഠിച്ചു, പരിചയപ്പെട്ടു. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഗ്യാസസ് പൊസസ് ക്യാരക്ടറിസ്റ്റിക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ബിറ്റ്വീൻ ദ ഗ്യാസ് പാർട്ടിക്കിൾ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് അമോണിയ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആറ് 405.5 കെൽവിൻ. അതായത് അമോണിയയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് 405.5 കെൽവിൻ. അതായത് ഗ്യാസ് ലിക്വിഡ് ആകുന്ന ആദ്യത്തെ ലിക്വിഡ് ആയിട്ടുള്ള ഗ്യാസ് അമോണിയ ഗ്യാസ് കാണുന്ന ടെമ്പറേച്ചർ. ആൻഡ് 304.10 കാർബൺ ഡയോക്സൈഡ്.
കെൽവിനാണ്. അന്നേരം കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. വിച്ച് ഓഫ് ദീസ് ഗ്യാസസ് വിൽ ലിക്വിഫൈ ഫസ്റ്റ് when you start cooling from 500 Kelvin to their critical temperature? 500 കെൽവിൻ തൊട്ട് നിങ്ങൾ അത് സ്റ്റാർട്ട് കൂളിംഗ് ഫ്രം 500 കെൽവിൻ ആണെങ്കിൽ ഏതായിരിക്കും ആദ്യം ലിക്വിഡ് ആകുന്നത്? അതായത് അമോണിയ ആണോ ലിക്വിഡ് ആകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ലിക്വിഡ് ആകുന്നത്? അമോണിയയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓർക്കുക 405.5, കാർബൺ ഡൈ ഓക്സൈഡിന്റെ 304.10 കെൽവിനാണ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും 500 കെൽവിനെയും നമ്മൾ ഇത് താഴ്ത്തുന്നത്? അന്നേരം നമുക്ക് ഏതാന്ന് പറയാം? അമോണിയയാണ്. എന്താ കാരണം? അമോണിയയുടെ ടെമ്പറേച്ചർ എത്രയാണ്? 405.5. അമോണിയ വിൽ ലിക്വിഫൈ ഫസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വിൽ ബി റീച്ച്ഡ് ഫസ്റ്റ്. ഫസ്റ്റ് അടിക്കുന്നത് അമോണിയയാണ്. ലിക്വിഫിക്കേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിൽ റിക്വയർ മോർ കൂളിംഗ്. അന്നേരം നമ്മൾ 500 കെൽവിനിൽ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആദ്യം വരുന്നത് 405.5 കെൽവിനാണ്. അന്നേരം അമോണിയ അവിടെ ആദ്യം ലിക്വിഡ് ആകുന്നു. അത് കഴിഞ്ഞിട്ടാണ് 304.10 വരും. അന്നേരം ഉള്ളൂ എന്താകത്തുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡ് ആകത്തുള്ളൂ. നിങ്ങൾ ഓർക്കുക, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനകത്ത് ഒരു ഗ്യാസ് അതിൽ ലിക്വിഡായി മാറുന്ന ആ കറക്റ്റ് ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഗ്യാസിനെ ലിക്വിഡ് ആക്കി അല്ലേ? ഇനി നമ്മൾ അടുത്തടി ലിക്വിഡ് സ്റ്റേറ്റിനെ പറ്റിയാണ് പഠിച്ചത്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും എല്ലാം കണ്ടത് ഗ്യാസിനെ പറ്റിയായിരുന്നു. നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലിക്വിഡിനെ പറ്റിയും ഗ്യാസിനെ പറ്റിയാണ്. ഗ്യാസിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ലിക്വിഡിനെ പറ്റിയാണ്. ലിക്വിഡിന്റെ പ്രോപ്പർട്ടി, പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ബോയിലിംഗ് പോയിന്റ്, വേപ്പർ പ്രഷർ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണുള്ളത്. ഇഫ് ടെമ്പറേച്ചർ ഇൻ ദ ലിക്വിഡ് ഇൻക്രീസസ്, the particle begin to shake faster and escape the arrangement and forces of the liquid. ലിക്വിഡ് സ്റ്റേറ്റ്, ആ ലിക്വിഡ് സ്റ്റേറ്റിനകത്തോട് ടെമ്പറേച്ചർ കൊടുത്താൽ ആ ലിക്വിഡിനകത്ത് മോളിക്യൂൾസ് ലിക്വിഡ് അവസ്ഥ, ദ്രാവകാവസ്ഥ വെടിഞ്ഞ് അത് അടുത്ത ഫോമിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ടെമ്പറേച്ചർ, ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് വേപ്പറൈസേഷൻ. ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം, വീടുകളിലൊക്കെ നമ്മൾ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനൊക്കെ വെക്കും. ഇതിൽ നല്ല പുക പൊങ്ങുന്ന പോലെ ആവിയൊക്കെ വരുന്ന കണ്ടിട്ടുണ്ടല്ലേ? അന്നേരം അവിടെ എന്താണ്? അത് വേപ്പർ, നമ്മുടെ വെള്ളം വേപ്പറായി മാറുന്നു. This temperature is called a boiling point and it is called a vaporization. Particles are free to move around in any direction or a shape. Then boiling and evaporation. Boiling occurs at only one temperature which depends on the external pressure. എല്ലാ വസ്തുക്കൾക്കും ഒരു പർട്ടിക്കുലർ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. ഇവാപറേഷൻ ഒക്കേഴ്സ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഇവാപറേഷൻ എന്താണ് വ്യത്യാസം ബോയിലിംഗും ഇവാപറേഷനും? ബോയിലിംഗ് ടേക്ക് പ്ലേസ് അറ്റ് സർഫസ് ആൻഡ് വിതിൻ ദ ലിക്വിഡ് ആണ് ബോയിലിംഗ്. എന്നാൽ ഇവാപറേഷൻ ടേക്ക് പ്ലേസ് ഫോർ സർഫസ് ഓൺലി. സർഫസിൽ, പ്രതലത്തിൽ മാത്രമേ ഉള്ളൂ ഇവാപറേഷൻ. എന്നാൽ ബോയിലിംഗ് ടേക്ക് പ്ലേസ് സർഫസ് ആൻഡ് വിതിൻ ദ ലിക്വിഡ്. അകത്തുകൊണ്ട് ബോയിൽ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാം വേകുക എന്നുള്ള അർത്ഥമാണ്. ആ പദാർത്ഥം നല്ലപോലെ വേകുക. അടുത്തത് ബോയിലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ബോയിലിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഹീറ്റ്. എന്നാൽ ഇവാപറേഷന്റെ റേറ്റ് ഓഫ് ഇവാപറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ, ദ ഏരിയ ആൻഡ് ദ സർഫസ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ എയർ എബവ് ദ സർഫസ്. ഇതൊക്കെ ഓർത്തിരുന്നാൽ മതി. എന്താണ് ബോയിലിംഗും ഇവാപറേഷനും തമ്മിലുള്ള വ്യത്യാസം? പ്രഷർ ആൻഡ് ബോയിലിംഗ്. പ്രഷർ ആൻഡ് ബോയിലിംഗ്. The lower the pressure on a liquid, the easier it is to make it boil. That is, as pressure increases, so does the boiling. This is because in order for a liquid to boil, molecule need enough kinetic energy to break free from the attraction of the molecule around it. It is harder for a liquid to vaporize when subjected to high pressure, since gases take up more space than liquid. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കുക. ഇറ്റ് ഈസ് ഹാർഡർ ഫോർ എ ലിക്വിഡ് ടു വേപ്പറൈസ് വെൻ സബ്ജക്റ്റഡ് ടു ഹൈ പ്രഷർ. ഹൈ പ്രഷറിൽ വേപ്പറാകാൻ പാടാണ്. കാരണം ഈ മോളിക്യൂൾസിന്റെ ആ ബന്ധങ്ങൾ, പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് വേണം അതിന് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് പോകാൻ. അന്നേരം ഹയർ പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ പാടാണ്. വാട്ടർ ഫോർ എക്സാമ്പിൾ ബോയിൽ അറ്റ് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് അപ്പ് ഇൻ ദ മൗണ്ടൻസ്. ഈ നമ്മൾ ഈ ഉയർന്ന പ്രദേശങ്ങളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും. ഈ 100 ഡിഗ്രി സെൽഷ്യസിലൊക്കെ തിളയ്ക്കേണ്ട വെള്ളം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് 80-ലോ 90-ലോ അല്ലെങ്കിൽ 70-ലൊക്കെ, മൗണ്ട് എവറസ്റ്റിലൊക്കെ 73-ലൊക്കെയാണ് ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കും. നമുക്കറിയാം അത് കറക്റ്റായിട്ട് അവിടെ താപം വന്നിട്ടില്ല.
ശരിയായിട്ടുള്ള ഒരു വേവ് അല്ലെങ്കിൽ ആഹാരമൊക്കെ പാകം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അവിടെ ഒരു കുക്കിംഗ് നടക്കത്തില്ല. കാരണം എന്താണ്, ഉയർന്ന പ്രദേശങ്ങളിൽ പ്രഷർ കുറവാണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവാണ്. ഇറ്റ് ടേക്സ് ലോങ്ങർ ടു കുക്ക് ഫുഡ് ഇൻ ബോയിലിംഗ് വാട്ടർ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ബിക്കോസ് ദ ബോയിലിംഗ് വാട്ടർ ഈസ് ഇൻ ആസ് ഹോട്ട്. In a vacuum, water will boil at any temperature, since there is no pressure at the surface to prevent the water from vaporizing. At high pressure, water boils at a high temperature. In a pressure cooker, water can remain liquid up to 120 degrees Celsius. നമുക്ക് ഇതിനാണ് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. പ്രഷർ കുക്കർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അല്ലെ, ബോയിലിംഗ് പോയിന്റ് കൂടുവാണ്. അന്നേരം പ്രഷർ കുക്കറിനകത്ത് നമുക്കൊരു സാധനം വേവിക്കുമ്പോൾ എന്താണ് അത് അതിന് ബോയിലിംഗ് പോയിന്റ് അതിന് കൂട്ടാൻ സാധിക്കുന്നു. ബോയിലിംഗ് എന്നാൽ നല്ലപോലെ വെന്ത് കിട്ടുന്നു, നല്ല കറക്റ്റായിട്ട് അവിടെ കറക്റ്റ് കുക്കിംഗ് നടക്കുവാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രഷർ കുക്കറിന്റെ ഉപയോഗം. നമ്മുടെ ഇന്ധനം ലാഭിക്കുന്നു, നല്ലപോലെ കുക്കിങ്ങും നടക്കുന്നു. ഇവിടെ ഇൻ പ്രസൻസ് ഓഫ് കുക്കർ വാട്ടർ ക്യാൻ റിമെയിൻ ലിക്വിഡ് അപ് ടു 120 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം പ്രഷർ കുക്കറിനകത്ത് എത്രയാവുന്നു? 120 ഡിഗ്രി സെൽഷ്യസിലാണ് അത് ബോയിൽ ചെയ്ത് ലിക്വിഡായിട്ട് തന്നെ നിൽക്കുന്നു. ആൻഡ് ദ ഹോട്ടർ വാട്ടർ ക്യാൻ കുക്ക് ഫുഡ് ഫാസ്റ്റർ. ഓക്കെ, പ്രഷർ കുക്കർ, അതിന് വീടുകളിലൊക്കെ നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുക. കാരണം നമുക്ക് ഇന്ധന ലാഭം ഉണ്ടാകുന്നു, സമയലാഭവും കിട്ടുന്നു. ഈ വേവ് കൂടുതലുള്ള അരി, പയറ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, കടല, അതൊക്കെ നമുക്ക് പ്രഷർ കുക്കർ വെച്ച് ഉപയോഗിച്ച് കുക്ക് ചെയ്യാം. വേപ്പർ പ്രഷർ ആൻഡ് ബോയിലിംഗ്. എന്താണ് വേപ്പർ പ്രഷർ? ദ പ്രഷർ എക്സൈറ്റഡ് ബൈ എ വേപ്പർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇതൊരു അടച്ചു വെച്ചൊരു കോണിക്കൽ ഫ്ലാസ്ക് ആണ്. ആ ഫ്ലാസ്കിനകത്ത് വാട്ടറിൽ നിന്ന് വേപ്പേഴ്സ് പോകുന്നുണ്ട്. ഈ വേപ്പർ ഈ വാട്ടറിന്റെ സർഫസിലായിട്ട് ഒരു പ്രഷർ കൊടുക്കുന്നു. ദ പ്രഷർ എക്സൈറ്റഡ് ബൈ വേപ്പർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ് ഇസ് കോൾഡ് വേപ്പർ പ്രഷർ. ലിക്വിഡ് മോളിക്യൂൾസ് അറ്റ് ദ സർഫസ് എസ്കേപ്പ് ഇൻ ടു ഗ്യാസ് ഫേസ്. ലിക്വിഡ് പ്രതലത്തിലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? വേപ്പേഴ്സ് ആയിട്ട് മാറുന്നു. ദീസ് ഗ്യാസ് പാർട്ടിക്കിൾ ക്രിയേറ്റ് പ്രഷർ എബവ് ദ ലിക്വിഡ് ഇൻ എ ക്ലോസ് കണ്ടെയ്നർ. ഇതാണ് നമ്മൾ വേപ്പേഴ്സ് അതിന്റെ പ്രതലത്തിനിട്ട് ലിക്വിഡിന്റെ പ്രതലത്തിൽ ചെന്ന് ഇടിക്കുന്നു. അന്നേരം അതവിടെ പ്രഷറായിട്ട് അത് രൂപം കൊള്ളുന്നു. അതിനാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നമ്മളിപ്പം കാണുന്നത് വേപ്പർ പ്രഷറാണ്. ഇവാപറേഷൻ, വെൻ എ ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്നു, അല്ലെ, അതാണ് ഇവാപറേഷൻ. വേപ്പറൈസേഷൻ, വെൻ എ ലിക്വിഡ് ഗ്യാസ് ആവുന്നു, വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ് ഓർ അറ്റ് ദ ബോയിലിംഗ് ടെമ്പറേച്ചർ, അതാണ് വേപ്പറൈസേഷൻ. ഒരു ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ എ ഗ്യാസ് ലിക്വിഡ് കൺവേർട്ടഡ് ടു ഗ്യാസ് അറ്റ് എനി ടെമ്പറേച്ചർ ആണ് ഇവാപറേഷൻ. വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ ലിക്വിഡ് കൺവേർട്ടഡ് ടു ഗ്യാസ് വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ് ഓർ അറ്റ് ദ ബോയിലിംഗ് ടെമ്പറേച്ചർ. വ്യത്യാസം ഓർത്തിരിക്കുക. ഇനി ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒക്കേഴ്സ് വെൻ ദ വേപ്പർ പ്രഷർ എബവ് ദ ലിക്വിഡ് ഈക്വൽസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓർത്തിരിക്കുക. ബോയിലിംഗ് പോയിന്റിന് അല്ലെങ്കിൽ ബോയിലിംഗിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞാൽ എപ്പോഴാണോ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത്, പുറത്തുള്ള പ്രഷറിന് ഈക്വൽ ആകുന്നത്, അതാണ് എന്ത് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോയിലിംഗ് നടക്കുക എന്ന് പറയുന്നത്. നമുക്കിവിടെ അതിനാണ് നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ ആഹാരമൊക്കെ പാകം ചെയ്യുമ്പോൾ അടച്ചു വെച്ച് വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ അടച്ചു വെക്കണം എന്ന് പറയുന്നത്. കാരണം എന്താണ്? അത് പെട്ടെന്ന് തന്നെ അത് ബോയിൽ ചെയ്യുന്നു അടച്ചു വെക്കുമ്പോൾ. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിന്റെ വേപ്പേഴ്സ് എല്ലാം പുറത്തേക്ക് പോകുന്നു. അതാണ് അവിടെ ഹീറ്റ് നഷ്ടപ്പെടുന്നു. അതാണ് ബോയിലിംഗ് occurs when the vapor pressure above the liquid equals the atmospheric pressure. Boiling and evaporation. Evaporation take place only at the surface of a liquid or solid, while boiling take place throughout the body of the liquid. നമ്മൾ നേരത്തെ കണ്ട evaporation boiling തമ്മിലുള്ള വ്യത്യാസം. Boiling occurs at the boiling temperature. Particles that have higher kinetic energy escape and become vapor. നമ്മളിവിടെ കാണുന്നത് പാർട്ടിക്കിൾസ് വിത്ത് ഹയസ്റ്റ് കൈനറ്റിക് എനർജി. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിൾസ് എല്ലാം വേപ്പേഴ്സ് ആയിട്ട് ഗ്യാസ് പാർട്ടിക്കിൾസ് ആയിട്ട് പോകുന്നു ലിക്വിഡ് പാർട്ടിക്കിളിൽ നിന്ന്. വേപ്പർ പ്രഷർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ. വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നു. കാരണം എന്തായിരിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ 20 ഡിഗ്രി സെൽഷ്യസിനകത്ത് ഇത്രയും വേപ്പേഴ്സേ ഉണ്ടാകുന്നുള്ളൂ. അതായത് ലിക്വിഡിന്റെ മുകളിൽ ഉണ്ടാകുന്ന വേപ്പേഴ്സ് ക്ലോസ്ഡ് വെസലാണ്. അന്നേരം ഇവിടെ ഇത്രയും വേപ്പേഴ്സേ ഉള്ളൂ. ഇനി ടെമ്പറേച്ചർ കൂട്ടി 80 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ലിക്വിഡിനകത്ത് ഇഷ്ടം പോലെയുള്ള മോളിക്യൂൾസ് വേപ്പറായിട്ട് മാറി, വേപ്പേഴ്സിന്റെ എണ്ണം കൂടുന്നു, അല്ലെ? അതുകൊണ്ട് ഈ വേപ്പേഴ്സ്
ഈ നമ്മുടെ ലിക്വിഡിന്റെ സർഫസിന് നേരെ എന്ത് കൊടുക്കുന്നു? പ്രഷർ കൊടുക്കുന്നു. അതാണ് വേപ്പർ പ്രഷർ. അന്നേരം എത്ര നമ്പർ കൂടുന്നോ അതനുസരിച്ച് വേപ്പർ പ്രഷർ കൂടുന്നു. അതിന് കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടാണ് വേപ്പർ പ്രഷർ കൂടുന്നത്. വേപ്പർ പ്രഷർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, the amount of vapor generated by a liquid in a closed container increases. This occurs because of the liquid gains kinetic energy. The molecule can overcome the intermolecular force of attraction that are prevalent in the liquid phase. ഇവിടുത്തെ രഹസ്യം ഇതാണ്. ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുമ്പോൾ ഈ ഇന്റർമോളിക്കുലാർ ഫോഴ്സ്, ലിക്വിഡിനകത്ത് മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ട്? ഒരു അട്രാക്ഷൻ ഉണ്ട്. അതാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. ആ ഇന്റർമോളിക്കുലാർ ഫോഴ്സിനെ അതിജീവിച്ച് അതിനേക്കാളും കൂടുതലുള്ള കൈനറ്റിക് എനർജി ആയിട്ട് അതിന് കിട്ടുന്നു. occurs because as the liquid gains kinetic energy. In normal boiling temperature when pressure is at 1 atmosphere. Boiling point is a physical constant. It depends on the strength of the attraction between the molecule. Strong attraction between molecules ആണെങ്കിൽ higher boiling point. നമ്മളിപ്പം പഠിച്ചതുള്ള എന്താണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം അതിന് ഗ്യാസ് ആകാൻ, അല്ലെ? സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഹയർ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും, കൂടുതലായിരിക്കും. വീക്കർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതെന്താവുന്നു? ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്നു. അതുകൊണ്ടാണ് വീക്കർ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ലോവർ ബോയിലിംഗ് പോയിന്റ്. ഓർത്തിരിക്കുക. നമുക്കിവിടെ ഈ ഗ്രാഫ് ഷോസ് ഹൗ ബോയിലിംഗ് പോയിന്റ്സ് ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. ഇവിടെ എക്സ് ആക്സിസിനകത്ത് ടെമ്പറേച്ചറും വൈ ആക്സിസിനകത്ത് വേപ്പർ പ്രഷറുമാണ്. ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം, അന്തരീക്ഷത്തിലെ പ്രഷർ. ഇവിടെ വേപ്പർ പ്രഷർ എപ്പോഴാണോ അറ്റ്മോസ്ഫിയർ പ്രഷറിന് തുല്യമാകുന്നത് അന്നേരമാണ് അവിടെ ബോയിലിംഗ് നടക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. വാട്ടറിന്റെ അറ്റ്മോസ്ഫിയർ പ്രഷറും വേപ്പർ പ്രഷറും കൂടെ ഈക്വൽ ആകുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിലിംഗ് പോയിന്റ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടറിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും വേപ്പർ പ്രഷറും ഈക്വൽ ആകുന്നത്. അടുത്തത് ടെട്രാക്ലോറോമീഥെയിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് 76.5. അതായത് ഈ 76.5 എന്നുള്ള ടെമ്പറേച്ചറിലാണ് ടെട്രാക്ലോറോമീഥെയിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും വേപ്പർ പ്രഷറും ഈക്വൽ ആകുന്നത്. ഓക്കെ. അടുത്തത് 36.1 ടെമ്പറേച്ചർ 36.1 ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് പെന്റെയിൻ. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പെന്റെയിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് 36.1. അതുകൊണ്ട് ആ 36.1നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് പെന്റെയിൻ എന്ന് പറയുന്നു. നമ്മുടെ മനസ്സിലോട്ട് ഒരു കൺസെപ്റ്റ് വേണം. എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഒരു സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആകുന്ന ആ ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദിസ് ഗ്രാഫ് ഷോസ് ഹൗ ബോയിലിംഗ് പോയിന്റ് ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. Boiling point change with pressure changes. Less pressure, lower boiling point. Example, water boils at lower temperature at high elevations. അതായത് മൗണ്ട് എവറസ്റ്റിനകത്ത് വെള്ളം തിളയ്ക്കുന്നത് 76 ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മുടെ സീ ലെവൽ എങ്ങനെയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ പർവ്വത പ്രദേശങ്ങളിൽ 76 ഡിഗ്രി. അതുകൊണ്ടാണ് നമ്മൾ പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിലെ കുക്കിംഗ് വളരെ പാടാന്ന് പറയുന്നത്. കാരണം ശരിയായ രീതിയിൽ അത് വേഗാതെ പോകുന്നു. ബോയിലിംഗ് പോയിന്റ് കുറവാണ് അവിടെ. ഹയർ പ്രഷറിലാണെങ്കിൽ ഹയർ ബോയിലിംഗ് പോയിന്റ് ആണ്. അതാണ് നമ്മുടെ പ്രഷർ കുക്കറിന്റെ തിയറി നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഈ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ പറയണം, ഹയർ പ്രഷറിൽ ഹയർ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. അത് അന്നേരം കുക്ക് ഫാസ്റ്റർ ബിക്കോസ് യു കുക്ക് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ. ഓക്കെ. അന്നേരം ഇന്ധനവും ലാഭിക്കാം, നമ്മുടെ സമയവും ലാഭിക്കാം പ്രഷർ കുക്കറിനകത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ. നമ്മൾ ഒരു കെമിസ്ട്രി സ്റ്റുഡൻസ് ആകുമ്പം ഇതിന്റെ തിയറിയൊക്കെ അറിഞ്ഞു വേണം ഇതൊക്കെ ചെയ്യാൻ. എന്നിട്ട് വീട്ടിലെ അമ്മമാരോടൊക്കെ പറയണം പ്രഷർ കുക്കറൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ. അതായത് കടല, പയറൊക്കെ വേവിക്കുമ്പം, പരിപ്പ് ഒക്കെ വേവിക്കുമ്പം ഇതൊക്കെ എടുക്കുക, പ്രഷർ കുക്കർ എടുക്കുക കേട്ടോ. ഓക്കെ. അന്നേരം നമ്മള് ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റും വേപ്പർ പ്രഷറും ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. ടെൻഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു അസ്വസ്ഥത അല്ലേ. ഇവിടെ സർഫസ് ടെൻഷൻ പ്രതലത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ലിക്വിഡിന്റെ പ്രതലത്തിൽ സർഫസ് ടെൻഷൻ is that property of a liquid by virtue of which it behave like a structured elastic membrane with a tendency to contract so as to have the minimum surface area. Surface tension of a liquid is measured as a force per unit length acting on either side of an imaginary line of the liquid surface.
നമുക്ക് ഒരു ലിക്വിഡ് സർഫസിനകത്ത് പ്രതലത്തിൽ ഉള്ള ആ മോളിക്യൂൾ, സർഫസിലുള്ള മോളിക്യൂൾസിന് ഭയങ്കര ടെൻഷൻ അനുഭവിക്കുക. കാരണം അതിനാണ് എനർജി കൂടുതൽ ഹൈ എനർജി ആയിരിക്കും അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അതിന് ടെൻഷൻ കൂടുതൽ. അകത്തുള്ള ലിക്വിഡിന്റെ അകത്തുള്ള ബൾക്ക് എന്നാ പറയുന്നത്, നമ്മൾ അകത്തോട്ട് പോകുമ്പോഴുള്ള ആ മോളിക്യൂൾസിനേക്കാളും എനർജി കൂടുതലാണ് സർഫസിലുള്ളത്. അതുകൊണ്ട് ആ സർഫസ് എനർജി കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് സ്പെറിക്കൽ ഷേപ്പ് ഒക്കെ ആകുന്നത്. സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഈസ് മെഷേർഡ് ആസ് എ ഫോഴ്സ് per unit length acting on either side of imaginary line of the liquid surface. The direction of the force being tangential to the liquid surface and perpendicular to the line. അന്നേരം സർഫസിന്റെ ആ ഒരു ഫോഴ്സ് എഫ് എന്ന് പറയാണ്. എഫ് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഐദർ സൈഡ് ഓഫ് എ ലൈൻ ലെന്ത്. ദെൻ സർഫസ് ടെൻഷൻ എസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ എൽ. അതായത് ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് ഒരു യൂണിറ്റ്. F is the force acting on either side of a line of length. Okay. ഇപ്പം നമ്മൾ ഒരു ലിക്വിഡാണ് കാണുന്നത്. ലിക്വിഡിന്റെ സർഫസിലുള്ള മോളിക്യൂളാണ്. ഇതിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ഇവിടെ ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. സർഫസിന്റെ നടുക്കുള്ള മോളിക്യൂൾസിന് എല്ലായിടത്തും ഒരുപോലെയുള്ള ബാലൻസ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്. എന്നാൽ സർഫസ് പ്രതലബലം, ഈ പ്രതലത്തിലുള്ള ആ മോളിക്യൂളിന് അൺഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്. The force with which surface molecule are held is called the surface tension of the liquid. It is a force acting perpendicularly inward on the surface layer of a liquid to pull its surface molecule towards the interior of the fluid. അങ്ങനെ ആവുമ്പോൾ ഈ സർഫസ് ഒരു വലിഞ്ഞു മുറുക്കിയ ഒരു മെംബ്രെയിൻ പോലെ ഇരിക്കും സർഫസിന്റെ പ്രതലം. It keeps the surface like a structured membrane and hence keep the contacts are minimum. കോണ്ടാക്ട്സ് മിനിമം ആക്കാനത് നോക്കുന്നു. വാട്ടർ ഇൻ ബൾക്ക് ഹാസ് മെനി ബൈൻഡിങ് പാർട്ട്നേഴ്സ്. അതാണ് നമ്മളിപ്പം പറഞ്ഞത്. വെള്ളത്തിന്റെ അകത്തുള്ള ബൾക്കിനകത്തുള്ള വാട്ടർ മോളിക്യൂളിനകത്ത് മെനി ബൈൻഡിങ് പാർട്ട്നേഴ്സ് ആണ് ധാരാളം. ഇതിന് ചുറ്റും ഇഷ്ടംപോലെ മോളിക്യൂൾസ് നിൽക്കുക. അതുകൊണ്ട് അതിന് ഒത്തിരി ബൈൻഡിങ് പാർട്ട്നേഴ്സ് ഉണ്ട്. വാട്ടർ അറ്റ് സർഫസ് ഹാസ് ലെസ്. ഈ മുകളിലുള്ള പ്രതലത്തിലുള്ള മോളിക്യൂൾസോ അതിന് അധികം ബൈൻഡിങ് പാർട്ട്നേഴ്സ് ഇല്ല. കാരണം മുകളിലോട്ട് ഇല്ല, താഴോട്ട് എന്തുള്ളൂ, അതിന്റെ മോളിക്യൂൾസ് താഴെയാണ് ചുറ്റും നിൽക്കുന്നത്. വാട്ടർ അറ്റ് സർഫസ് ഹാസ് less has exposed charges left over. Potential energy of water at surface is higher. അതുകൊണ്ട് ഇവിടുത്തെ പ്രതലത്തിലുള്ള മോളിക്യൂൾസിന് ഹയർ സർഫസ് എനർജിയാണുള്ളത്. ഡീഫോമിംഗ് ഡ്രോപ്ലെറ്റ് ടു ഇൻക്രീസ് സർഫസ് ഏരിയ ടേക്സ് വർക്ക്. അതുകൊണ്ട് ഇത് എപ്പോഴും ഈ ലിക്വിഡ് ശ്രമിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഈ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സർഫസ് ഏരിയ കുറച്ചാൽ എന്താണ്, ഇതിന്റെ ആ എനർജി കൂടുതലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സ്പെറിക്കൽ ഷേപ്പ് ഒക്കെ ആകുന്നത്. ഇവിടെ നമ്മൾ യു ക്യാൻ സീ സർഫസ് ടെൻഷൻ ഓൺ യുവർ വിൻഡ് ഷീൽഡ് വെൻ ഇറ്റ് റെയിൻസ്. മഴക്കാലത്തൊക്കെ വിൻഡ് ഷീൽഡിൽ കാണുന്ന സർഫസ് ഡ്രോപ്ലെറ്റ്സ് ആണ്. റെയിൻ ഡ്രോപ്സ് വിൽ ഫോം റൗണ്ട് ബിഡ്സ് വെൻ ദേ ഫോൾ ഓൺ ദ വിൻഡ് ഷീൽഡ്. നിങ്ങൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടല്ലേ. ഇത് സർഫസ് ടെൻഷന്റെ ഒരു ഇതാണ്. Surface free energy and surface tension. The surface layer of liquid possesses additional energy as compared to the bulk liquid. അതായത് പ്രതലത്തിലെ മോളിക്യൂൾസിന് സർഫസ് എനർജി കൂടുതലായിരിക്കും. This energy increases when the surface of the same mass of liquid increases and is therefore it is called surface free energy. Surface tension is the energy required to increase the surface area. Forces surrounded molecule within a liquid but not at the surface. Surface tension arises from these top sideway forces. Surface tension can cause a paper clip to seem to float on water. അതായത് ഒരു പേപ്പർ ക്ലിപ്പ് വെള്ളത്തിന്റെ പ്രതലത്തിൽ ഇട്ടാൽ അത് പൊങ്ങിക്കിടക്കുന്നു. Which in reality is a water paper clip contact failure. Detergent companies add surface to maximize water object contact. ഇതെല്ലാം നമ്മുടെ പേപ്പർ ക്ലിപ്പ് ഒക്കെ ഇങ്ങനെ സർഫസിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ ആൻഡ് കാപ്പിലറി ആക്ഷൻ. നിങ്ങൾ കാപ്പിലറി ആക്ഷൻ കണ്ടിട്ടുണ്ട്. ചെറിയ കാപ്പിലറി ട്യൂബിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു, മുകളിലോട്ട് പൊങ്ങുന്നു. കാപ്പിലറി ആക്ഷൻ ഓർ കാപ്പിലാരിറ്റി is the ability of a liquid to flow against gravity when liquid spontaneously rises in a narrow space. Liquid tends to rise in the capillary because of surface tension. ഈ കാപ്പിലറി ആക്ഷന് കാരണം സർഫസ് ടെൻഷൻ ആണ്. ഓക്കെ, എക്സാമിന് ചിലപ്പം ചോദിക്കാൻ, ബോർഡ് എക്സാമിന് കേട്ടോ. ഇതെന്താണ്? ലിക്വിഡ് സ്പെറിക്കൽ ഷേപ്പ് ആണ് അല്ലേ? ഇതാണ് സ്പെറിക്കൽ ഷേപ്പ്.
ഈ ലിക്വിഡ് സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കാൻ കാരണം എന്താണ്? ഇതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല ഷേപ്പാണ് സ്പെറിക്കൽ ഷേപ്പ്. The lowest energy state of the liquid will be when surface area is minimum. Surface area ഏറ്റവും മിനിമം ആയിരിക്കുമ്പോഴാണ് അതിന് ലോവസ്റ്റ് എനർജി വരുന്നത്. Spherically shape satisfies this condition. അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്സിന് സ്പെറിക്കൽ ഷേപ്പ് വരുന്നത്. That is why mercury drops are spherical in shape. അതുപോലെ തന്നെ പോളിഷിംഗ് ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നൊരു ഫിനോമിന ഉണ്ട്. This is the reason that sharp glass edges are heated for making them smoother. Sharp glass edgesനെ നല്ലപോലെ ഹീറ്റ് ചെയ്ത് സ്മൂത്ത് ആക്കാൻ ശ്രമിക്കുന്നു. On heating, the glass melts and the surface of the liquid tend to take the rounded shape at the edges, which makes the edges smoother. This is called fire polishing of glass. Fire polishing of glass എന്താണ്? സർഫസ് ടെൻഷന്റെ ഒരു വേർഷനാണ് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്. സർഫസ് ടെൻഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ. സർഫസ് ടെൻഷൻ നമുക്കിവിടെ ഒരു ഇക്വേഷൻ കൊടുക്കാം. സർഫസ് ടെൻഷൻ വേരീസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് സർഫസ് ടെൻഷൻ നമുക്ക് സിഗ്മ എന്നൊരു ഇത് വെച്ച് കൊടുക്കാം. സിഗ്മ സർഫസ് ടെൻഷൻ, അതിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ. അതിന്റെ ഫോഴ്സ്, സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണ് എഫ്. സർഫസ് ടെൻഷൻ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ലെന്ത് ഓവർ വിച്ച് ദ സർഫസ് ടെൻഷൻ ആക്ട്. അന്നേരം സർഫസ് ടെൻഷൻ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ലെന്ത് ഓവർ വിച്ച് ദ സർഫസ് ടെൻഷൻ ആക്ട്. ഓർത്തിരിക്കുക. ഇവിടുത്തെ യൂണിറ്റ്സുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ സർഫസ് ടെൻഷൻ ഫോഴ്സിന്റെ ന്യൂട്ടൺ ഇതാണ്. അതുപോലെ പലതരത്തിലുള്ള യൂണിറ്റ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എൽ. വാട്ട് ഈസ് എഫ്? സർഫസ് ടെൻഷൻ ഫോഴ്സ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലെന്ത് ഓവർ വിത്ത് ദ സർഫസ് ടെൻഷൻ ആക്ട്. നമ്മളിവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം, സർഫസ് ടെൻഷൻ ഡിക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഈസ് റേസ്ഡ്. ലിക്വിഡിന് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള പ്രതലത്തിലെ സർഫസ് ടെൻഷൻ കുറയുന്നു. ഓർത്തിരിക്കുക, സർഫസ് ടെൻഷനും ടെമ്പറേച്ചറും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സർഫസ് ടെൻഷൻ ഡിക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഈസ് റേസ്ഡ്. ഓക്കെ, ബോർഡ് എക്സാമിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സർഫസ് ടെൻഷനും ടെമ്പറേച്ചറും എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്? അന്നേരം നമുക്ക് പറയണം സർഫസ് ടെൻഷൻ ഡിക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഈസ് റേസ്ഡ്. അടുത്ത പ്രോപ്പർട്ടിയാണ് ലിക്വിഡിന്റെ വിസ്കോസിറ്റി. നമ്മളിപ്പം പഠിച്ച പ്രോപ്പർട്ടി ആയിരുന്നു സർഫസ് ടെൻഷൻ. അതുപോലെ വിസ്കോസിറ്റി പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം, ഇതൊരു തേനാണ്. ഈ തേനും ഇനി വെള്ളം കൊണ്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഒന്ന് ഒഴിക്കുക. ഏതായിരിക്കും സ്പീഡിൽ ഒഴുകി പോണത്? വെള്ളമാണ് അല്ലേ? മറ്റേ തേനിന് ഹണിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിന്റെ ഫ്ലോ വളരെ കുറവായിരിക്കും. അതിന് കാരണം എന്താണ്? അത് വിസ്കസ് ലിക്വിഡാണ്. ആ തേനിന് വിസ്കോസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് അത് അതിന്റെ ഒഴുക്ക് കുറയുന്നത്. The amount of viscous drag depends on the type of fluid, the thickness or its resistance to flow. It is easier to move through water than golden syrup. Viscosity may be measured in terms of rate of flow. A low rate of flow means the fluid is viscous. ഒഴുക്ക് കുറവുള്ള വസ്തു എന്തായിരിക്കും? വിസ്കസ് ആയിരിക്കും, മോർ വിസ്കസ് ആയിരിക്കും. The word viscosity derives from the Latin word viscum alba. A viscous glue called bridline was made from mistilled beers. Okay, then definition നമ്മൾക്ക് ഇവിടെ വിസ്കോസിറ്റി ലാറ്റിൻ വേർഡായ വിസ്കം ആൽബ എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുകയാണ് ഒരു വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ്. വിസ്കസ് ആയ ലിക്വിഡിന്റെ ഒഴുക്ക് കണ്ടോ? അത് വളരെ സ്ലോ ആയിട്ടാണ് അത് ഒഴുകുന്നത്. എന്നാൽ നോൺ വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ് യാതൊരു തടസ്സവുമില്ല, സ്പീഡിൽ ഒഴുകുന്നു അല്ലെ? Let us pour equal amount of water and honey in two similar funnels. Water flows out the funnel very quickly, but honey is extremely slow. This indicates that there must be some internal frictional force. Note ചെയ്യുക, internal frictional force which opposes the relative motion between different layers of the liquid. This force is called a viscous force. Okay, viscous liquidനകത്ത് viscous force ഉണ്ട്. അത് തടയുന്നു, ഒഴുക്കിനെ തടയുന്നു. Viscosity is the property of a fluid by virtue of which it opposes relative motion between different layers. Okay, നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നോൺ വിസ്കസും വിസ്കസ് ലിക്വിഡ്സും.
നമുക്കിവിടെ അതിനൊരു വിസ്കസ് ഫോഴ്സ്, നമുക്ക് സർഫസ് ടെൻഷന്റെ ഫോഴ്സിനെ പറ്റി പറഞ്ഞ പോലെ വിസ്കസ് ഫോഴ്സ് ഇതിനെ പറ്റി നമുക്കൊന്ന് പറയാം. ഇവിടെ ഒരു സോളിഡ് സർഫസ് ആണ്. ഇവിടെ ഈ ലാസ്റ്റത്തെ സർഫസിനകത്ത് വെലോസിറ്റി ഏറ്റവും കുറവാണ്, വെലോസിറ്റി ഇല്ല. ഇനി നമ്മളിവിടെ ഒരു വിസ്കസ് ലിക്വിഡാണ് കാണുന്നത്. പല ലെയറുകളാണ് വിസ്കസ് ലിക്വിഡിനകത്തുള്ളത്. ഒരു ആദ്യത്തെ ലെയറിന് ഏറ്റവും വെലോസിറ്റി കുറവാണ്. അതിന് തൊട്ട് മുകളിലുള്ള ലെയറിന് വെലോസിറ്റി ആദ്യത്തേനേക്കാളും കൂടുതലാണ്. മൂന്നാമത്തെ ലെയറിന് കുറച്ചും കൂടെ വെലോസിറ്റി കൂടി. നാലാമത്തെ ലെയറിന് കുറച്ചും കൂടെ വെലോസിറ്റി കൂടി. അഞ്ചാമത്തെ ലെയറിന് നാലാമത്തെ ലെയറിനേക്കാളും വെലോസിറ്റി ഉണ്ട്. ഏറ്റവും മുകളിലത്തെ ലെയറിനാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ളത്. നമുക്ക് ഏറ്റവും മുകളിലത്തെ രണ്ട് ലെയർ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ നമുക്ക് പറയാണ് ഈ ലെയറിനേക്കാളും വെലോസിറ്റി കൂടുതലാണ് ഏറ്റവും മുകളിലത്തെ ലെയറിന്. അന്നേരം ഇവർ ഒഴുകുമ്പം ആദ്യത്തെ ലെയർ, ഏറ്റവും മുകളിലുള്ള ലെയർ ഏറ്റവും സ്പീഡിൽ ഒഴുകും. ആ സ്പീഡിൽ ഒഴുകുമ്പം തൊട്ടടുത്തുള്ള ലെയർ പറയും നീ അങ്ങനെ അങ്ങ് സ്പീഡിൽ പോകാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ അങ്ങ് പിടിച്ച് നമ്മളെ ഒരു ഓട്ടത്തിനിടയ്ക്ക് നമ്മളെ ആരെങ്കിലും കൈക്ക് പിടിച്ച് നമ്മളെ നിർത്താൻ ശ്രമിക്കുന്ന പോലെ ഈ ഏറ്റവും മുകളിലുള്ള ലെയറിന്റെ തൊട്ട് താഴെയുള്ള ലെയർ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അതാണ് ഈ ഫോഴ്സ് കാണിക്കുന്നത്. ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് ഈ കാണിക്കുന്നത്. ഇതിനെ എതിരെയുള്ള ഇന്റേണൽ ഒരു ഫ്രിക്ഷൻ ആയിട്ട് കാണിക്കുന്നു ഓപ്പോസിറ്റ് ഫോഴ്സ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും വിസ്കസ് ഫോഴ്സ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്, ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഈ മൈനസ് ഇട്ടിരിക്കുന്നത്, ഈറ്റ ഇൻറ്റു എ ഡി വി ബൈ ഡി എക്സ്. ഇത് ഈ വെലോസിറ്റി ആണ്. ഇത് ബി പ്ലസ് ഡി വി എന്ന് പറയുന്നത്. അന്നേരം നമ്മളിവിടെ പറയുകയാണ് ഡി വി എന്ന് പറഞ്ഞ വെലോസിറ്റി ചേഞ്ച് ഡിവൈഡഡ് ബൈ ഡി എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ തമ്മിലുള്ള ദൂരമാണ്, ഈ രണ്ട് ലെയർ തമ്മിലുള്ള ദൂരമാണ് ഇവിടെ ഉള്ളത്. ഈറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്, ഇത് എന്താണ് ഈറ്റ എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. നമുക്ക് ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്, കോൾഡ് വെലോസിറ്റി ഗ്രേഡിയന്റ്. ഡി വി ബൈ ഡി എക്സിനെ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയുന്നു. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ഈറ്റ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. നമ്മള് ഈ ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അന്നേരം വിസ്കസ് ഫോഴ്സ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഈറ്റ എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. Viscous forces are intermolecular forces acting between the molecules of different layers of liquid moving with the different velocities. അതായത് ഇവിടെ ഈ വിസ്കസ് ലിക്വിഡിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വെലോസിറ്റിയുള്ള ലെയറുകളാണ് ഈ കാണുന്നത്. അതിനെതിരെ നമുക്ക് ഒരു ലെയറിനെ സ്പീഡിൽ വിടാതെ അടുത്ത ലെയർ പുറകോട്ട് പിടിച്ച് വിളിക്കുന്ന ആ ഫോഴ്സിനാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിസ്കസ് ഫോഴ്സസ് ആർ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആക്ടിംഗ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് ലിക്വിഡ്. ഇത് ഓർത്തിരിക്കുക. ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ഓഫ് ഈറ്റ എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ, ഇതാണ് പെർ സ്ക്വയർ ആണ്, ഓർ പാസ്കൽ സെക്കൻഡ് ഓർ ഡെക്ക പോയിസ് ആണ്. ഇറ്റ്സ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ml⁻⁻1 T⁻⁻1 ആണ്. Eta is proportionality constant and is called a coefficient of viscosity. Viscosity coefficient ആണ് ഈറ്റ എന്നുള്ള സിമ്പിൾ. അതിന് ഈറ്റയുടെ സിമ്പിൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇങ്ങനെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് ഇസ് ദ ഫോഴ്സ് വെൻ വെലോസിറ്റി ഗ്രേഡിയന്റ് ഈസ് യൂണിറ്റി. അത് നമുക്ക് ഡെഫിനിഷൻ കൊടുക്കുക. വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് ഇസ് ദ ഫോഴ്സ് വെൻ വെലോസിറ്റി ഗ്രേഡിയന്റ് ഈസ് യൂണിറ്റി and the area of contact is unit area. Thus, it is a measure of viscosity. SI unit of viscosity coefficient is 1 Newton second per square meter. NS Newton second per square meter. കേട്ടോ, ഇത് ഓർത്തിരിക്കുക. SI unit of viscosity of coefficient is 1 Newton second per square meter. That is equal to Pascal second. Pascal second. In CGS system, the unit of coefficient of viscosity is poise. Poise എന്ന് പറഞ്ഞാൽ ഒരു സയന്റിസ്റ്റ് ജീൻ ലൂയിസ് പോയ്സിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് പോയ്സ്. 1 പോയ്സ് എന്ന് പറഞ്ഞാൽ 1 gram per centimeter per second. ഇതാണ്. ദാറ്റ് ഈസ് 10⁻⁻1 kilogram per meter per second. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ യൂണിറ്റ് ഒക്കെ SI യൂണിറ്റ് വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് ഈസ് 1 Newton second per square meter. ഓക്കെ, and viscosity refers to the resistance to the flow of liquid. Okay, viscosity resistant to the flow of liquid ആണ്. Greater the viscosity, the more slowly the liquid flows. Hydrogen bonding and van der Waals forces are strong enough to cause high viscosity.
ഗ്ലാസ് ഈസ് ആൻ എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ്. നമുക്ക് വിസ്കസ് ലിക്വിഡ്സിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഗ്ലാസ് ഒരു എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ് ആണ്. ഇറ്റ് ഈസ് സോ വിസ്കസ് ദാറ്റ് മെനി ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് റിസംബിൾ സോളിഡ്. അതുകൊണ്ടാണ് സ്യൂഡോ സോളിഡ്സ് എന്നാണ് ഈ നമ്മുടെ ഗ്ലാസിനെ പറയുന്നത്. കാരണം അത്രയ്ക്കും വിസ്കസ് ആണത് ആ ഗ്ലാസ് എന്ന് പറയുന്നത്. Viscosity is a measure of resistance to flow which arises due to the internal friction between layers of fluid as they slip past one another while liquid flows. When a liquid flows over a fixed surface, the layer of molecules in the immediate contact of surface is stationary. The velocity of upper layer increases as the distance of layers from the fixed layer increases. പല പല ലേയേഴ്സ് ആയിട്ടാണ് വിസ്കോസിറ്റി ഉള്ള അല്ലെങ്കിൽ വിസ്കസ് ലിക്വിഡ് ഒഴുകുന്നത്. അതുകൊണ്ടാണ് അതിന് ലാമിനർ ഫ്ലോ എന്ന് പറയുന്നത്. ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദർ ഇസ് എ റെഗുലർ ഗ്രേഡേഷൻ ഓഫ് വെലോസിറ്റി ഇൻ പാസിംഗ് ഫ്രം വൺ ലെയർ ടു അനദർ ഇസ് കോൾഡ് എ ലാമിനർ ഫ്ലോ. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ലെയർ അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഇസഡ്, പല ലെയർ ആയിട്ടാണ് നമ്മൾ കണ്ടായിരുന്നല്ലേ, അതിനകത്ത് ഡി ഇസഡ് ഇസ് ചേഞ്ച്ഡ് ബൈ ദ വാല്യൂ ഡി യു. ദെൻ വെലോസിറ്റി ഗ്രേഡിയന്റ്, അതായത് വെലോസിറ്റി ഗ്രേഡിയന്റ് ഡിസ്റ്റൻസും രണ്ട് ലെയറിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇസഡ്. അതിന്റെ വെലോസിറ്റി ചേഞ്ച് ഡി യു, അന്നേരം ഡി യു ബൈ ഡി ഇസഡ് എന്ന് പറയുന്ന വെലോസിറ്റി ഗ്രേഡിയന്റ്. എ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് ലേയേഴ്സ്. ദിസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് കോൺടാക്ട് ഓഫ് ലേയേഴ്സ് ആൻഡ് ദ വെലോസിറ്റി ഗ്രേഡിയന്റ്. അന്നേരം ഗ്ലാസ് ഒരു വിസ്കസ് ലിക്വിഡ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ. അന്നേരം നമുക്ക് ചിലപ്പം ഈ പഴയ ബിൽഡിങ്ങിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ ഈ ഗ്ലാസ് കൊണ്ടുള്ള ജനലിലൊക്കെ നോക്കുവാണെങ്കിൽ ആ ജനലിന്റെ ഏറ്റവും അടിവശമൊക്കെ നല്ല തിക്കറായിട്ടിരിക്കുന്ന കാണാം. അത് വിസ്കോസിറ്റി കാരണമാണ് കേട്ടോ. ഗ്ലാസിന്റെ വിസ്കോസിറ്റി ഹൈലി വിസ്കസ് ആയതുകൊണ്ടാണ് ഓൾഡ് ബിൽഡിങ്ങിലേക്ക് ജനൽപ്പാളിയിലൊക്കെ ഗ്ലാസ് കൊണ്ടുള്ളതൊക്കെ അതിന്റെ ബോട്ടം ഒക്കെ തിക്കറായിട്ടിരിക്കും. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ റൈസസ്. ശ്രദ്ധിച്ചോണേ, ഇവിടുത്തെ ടെമ്പറേച്ചറുമായിട്ട് വിസ്കോസിറ്റിയുടെ ബന്ധം എന്താണെന്ന്. അതായത് ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി അല്ലേ. അന്നേരം ലിക്വിഡിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു, ശ്രദ്ധിക്കുക. പക്ഷേ ഒരു ഗ്യാസിന്റെ വിസ്കോസിറ്റി എടുക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. ഗ്യാസിന്റെ വിസ്കോസിറ്റിയും കൂടുക കേട്ടോ ചെയ്യുന്നത്. ഗ്യാസിന്റെ വിസ്കോസിറ്റി ഇൻക്രീസസ് ആസ് ഇൻ ദ ടെമ്പറേച്ചർ റൈസസ്. എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ ലിക്വിഡിന്റെയാണ് പറയുന്നത്. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ റൈസസ് ബിക്കോസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ molecule have high kinetic energy and can overcome the intermolecular forces to slip past one another between the layers. ശ്രദ്ധിക്കുക. നമ്മളിവിടെ പഠിച്ച സർഫസ് ടെൻഷനും വിസ്കോസിറ്റി ഇപ്പൊ നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ ആണ് ഓർക്കുക ലിക്വിഡിന്റെ കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണ് പഠിച്ചത്. ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസ്, ലിക്വിഡ് സ്റ്റേറ്റിനകത്ത് പ്രോപ്പർട്ടീസ് ആയ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി എന്നിവയെ പറ്റിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.